മരക്കാനം ഷാപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളിന്ന് ഷാപ്പിലെ പോർക്ക് കറിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത്. കപ്പയും പോർക്കറിയുടെയും കോമ്പിനേഷൻ അസാധ്യമാണ്. ഏതൊരു നാട്ടിൽ ചെന്നാലും അവിടുത്തെ തനി നാടൻ ഭക്ഷണം കഴിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞാനങ്ങനെ മൂന്നാർ വന്നപ്പോൾ ഇവിടുത്തെ ഒരു ഷാപ്പുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാറിൽ ഏകദേശം ഒരു 22 കിലോമീറ്റർ മാറി നിൽക്കുന്ന മരക്കാനം ഷാപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഷാപ്പിൻ്റെ മുന്നിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനി നാടൻ ഷാപ്പിലെ ഫുഡും ഒപ്പം തന്നെ ഇവിടെ ഇപ്പോൾ പുറത്തുനിന്ന് നമ്മളിങ്ങനെ കള്ളുകളൊന്നും എടുക്കുന്നില്ല. ഇവിടെ ചുറ്റുവട്ടത്തുള്ള പനയിൽ നിന്നും നാച്ചുറലായി ചെത്തിയെടുക്കുന്ന കള്ളാണ് യൂസ് ചെയ്യുന്നത്. അതായത് കെമിക്കൽസ് ഒന്നുമില്ല. അപ്പം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ആ ഒരു വേരിയേഷൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഞാനിപ്പോൾ മരക്കാനം ഷാപ്പിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും തനി നാടൻ ഫുഡ് കഴിക്കാനുള്ള കൊതിയോടെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് ഷാപ്പിലെ കറിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നത് രഘുചേട്ടനും ജോണി ചേട്ടനുമാണ്. നമുക്ക് ഇവരെ പരിചയപ്പെടാം. ഹലോ, നമസ്കാരം. ഓക്കെ, അപ്പോൾ രഘുചേട്ടൻ അതേപോലെ ജോണി ചേട്ടൻ. അപ്പോൾ എന്തായാലും നമുക്കിത് എന്താണ് വെച്ച് തരാൻ പോണേ? നമുക്ക് ഇന്ന് പോർക്കാണ് അല്ലേ? കറി, പോർക്ക് കറിയാണ്. അപ്പൊ എന്തായാലും പോർക്ക് കറി ഇഷ്ടമുള്ളവർ പ്രത്യേക ശ്രദ്ധിക്കും. നമ്മളിന്ന് ഷാപ്പിലെ പോർക്ക് കറിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത്. നമ്മള് നാടൻ രീതിയിൽ തന്നെയാണ് വെക്കാൻ പോകുന്നത്. കറി വെക്കുന്നത്. ഏകദേശം എത്ര പോർക്ക് എടുത്തിട്ടുണ്ട് നമ്മള്? നമ്മളിപ്പോ 1 കിലോ എടുത്തിട്ടുള്ളൂ. 1 കിലോ അല്ലേ? ഓക്കെ, അപ്പൊ 1 കിലോ പോർക്ക് നമ്മള് ചരുവനിലിട്ടു. ഇനി നമ്മള് മഞ്ഞപ്പൊടി, ഉപ്പ്, അത് രണ്ടുമാണ് ആദ്യം ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഇളക്കി മീറ്റ് മസാലയും പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി വറുത്തത്. അത് ഞങ്ങള് ഇവിടെ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ പണ്ട് വറുത്തരച്ച രീതി കറി വെക്കുന്ന പോലെയാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ വറുത്താണ് മുളക് പൊടി. ചില നാടൻ സ്ഥലങ്ങളിലെല്ലാം ഈ വറുക്കാതെയാണ് ഇടുന്നത്, പച്ചക്ക് ഇടുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെയല്ല, വറുത്താണ് ഇടുന്നത്. പിന്നെ നമുക്ക് പിന്നെ സബോള, മുളക്, മഞ്ഞപ്പൊടി ആദ്യം ഇടാം. ആദ്യം പണ്ട് എല്ലാരും ഭയങ്കര കൈയളവാണെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ, സ്പൂണൊന്നും അല്ല, കറക്റ്റ് ചേട്ടൻ അളവ് അറിയാം. അതെ, അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഉപ്പും നമ്മളെ ആവശ്യത്തിന് കറക്റ്റായിട്ട് ഇടുക. അതിനുശേഷം നമുക്കത് എല്ലാം ഇത് ഇളക്കിയിട്ട് അത് വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയല്ലേ? വറുത്ത് വെച്ചിരിക്കുന്ന പൊടി അത് ഇടുക. അതിനുശേഷം നമ്മള് അതിൽ കുറച്ച് കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വരുമ്പോ നമ്മള് സവോള ഇടുന്നു. അപ്പൊ നമ്മൾ സവാള ആവശ്യത്തിന് പെട്ടു. അപ്പൊ വെളിച്ചെണ്ണ അല്ലേ ചേട്ടാ യൂസ് ചെയ്തിരിക്കുന്നത്? വെളിച്ചെണ്ണ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ നാടൻ ഭക്ഷണത്തിന്റെ രുചിയുടെ വേറൊരു രഹസ്യം അല്ലേ? അങ്ങനെയൊക്കെ പറയുന്നേ. അതെ. അപ്പൊ ഇനി നമുക്ക് എത്ര നേരം വെയിറ്റ് ചെയ്യണം? ഇനി നമ്മളൊരു 15 മിനിറ്റ്. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇട്ട് ഇളക്കി. വെളുത്തുള്ളി ഇടണം, പച്ചമുളക് ഇടണം, ചുമന്ന ഉള്ളി, അങ്ങനെ എല്ലാം ഇട്ട് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ എല്ലാം ഇട്ട് എല്ലാം നമ്മളപ്പോ ഇടുകയാണ്. നമ്മളിപ്പോ ചെറിയ ചുമന്നുള്ളി ഇട്ടു, ഇഞ്ചി, ഇനി അടുത്തത് ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളിയും ചെറുതായി കൊത്തി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കരിവേപ്പില. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടത്. വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ഇട്ടു, അത് പൊട്ടിയതിന് ശേഷം നമ്മൾ സവാള ഇട്ടൊന്ന് വഴറ്റി, പിന്നെ അതിൽ ചെറുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കരിവേപ്പില, ഇതെല്ലാം ഇട്ട് നമ്മളിപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആവും. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അപ്പോഴേ ചേട്ടാ, നിങ്ങൾ ഇവിടെ തന്നെയാണോ? മൂന്നാർ തന്നെയാണോ നിങ്ങളുടെ സ്ഥലം? അതെ, ജനിച്ചത് വളർന്നൊക്കെ മൂന്നാർ. അപ്പൊ സ്വന്തം നാട്ടുകാരനാണല്ലേ? മൂന്നാറിന്റെ സ്വന്തം മോനാണ്. ആഹാ, അടിപൊളി. അപ്പൊ അങ്ങനെ ചെറുപ്പത്തിലേ കണ്ട് പഠിച്ച ഒരു ഡിഷാണോ ഇത്? കണ്ടു പഠിച്ചതാ, ആരും പഠിപ്പിച്ചതല്ല, തന്നെ കണ്ട് പഠിച്ചെടുത്തത്. തന്നെ ചെയ്ത് തന്നെയല്ല, ആരെങ്കിലും ചെയ്യുന്നത് നോക്കി പഠിച്ചെടുത്തതാണ്. പല ആൾക്കാരും നമുക്ക് ഇങ്ങനെ
ഞാൻ പലയിടത്തും വേറെ നിന്നിട്ടുണ്ട്. അപ്പം ഹോട്ടലിലൊക്കെ നിന്നിട്ടുണ്ട്, പിന്നെ ബാംഗ്ലൂരൊക്കെ പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ഞങ്ങളുടെ ചേട്ടന്മാരെല്ലാം ആശാന്മാർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതാണ്. അവിടെ കണ്ണൂരുള്ള ഒരു ആശാനായിരുന്നു അവിടെ ഈ ഫുഡെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഫുഡെല്ലാം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് നോക്കിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം അതനുസരിച്ചാണ് ഞാൻ പിന്തുടർന്ന് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒന്നും കൂടി വഴറ്റി കൊടുക്കുകയാണ്. അടിക്ക് പിടിക്കാതെ നോക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കാൻ കിടക്ക് വഴറ്റി കൊടുക്കുക അല്ലേ? അപ്പോൾ ചേട്ടാ ശരിക്കും നമ്മൾ തനി നാടൻ രീതിയിൽ തന്നെയല്ലേ? നാടൻ രീതിയിലാണ്. ഞങ്ങൾ കെമിക്കലൊന്നും അജിനാമോട്ടയോ അതുപോലെയുള്ള സാധനങ്ങളോ കെമിക്കലൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. കളർ പോലും ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ച വെജിറ്റബിൾസ് എല്ലാം അതിൻ്റെ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മുമ്പ് മഞ്ഞളും ഉപ്പും ഇട്ട് ജസ്റ്റ് വഴറ്റിയെടുത്ത് പോർക്കിലേക്ക് അത് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മളൊന്ന് അല്പനേരം അത് വഴറ്റിയെടുക്കാം. വീണ്ടും എല്ലാ വെജിറ്റബിൾസും അതിൽ ശരിക്കും ഒന്ന് ആവണം. ചേട്ടാ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് കുഴിയുള്ള ഒരു ശരീരമായതുകൊണ്ട് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് മീറ്റ് പൗഡർ ചേർത്തു. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഇട്ട് ഇപ്പോൾ ചാലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസി ഒരു ക്രീമിയായി വരുമ്പോഴേക്കും അതിൻ്റെ പരുവം കറക്റ്റായി നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പം ആയോ ചേട്ടാ? അതെങ്ങനെയാണ് അതിൻ്റെ പരുവം കറക്റ്റായോ? കറക്റ്റായി. ലേശം വെള്ളം കൂടെ ചേർക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചേർക്കാം അല്ലേ? അപ്പോൾ ഇതാണ് ആ ഒരു പൗഡറിന്റെ ഒരു കണക്ക് അല്ലേ? ഇതെപ്പോഴും നമ്മൾ ചാലിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ. നമ്മൾ ആ ഒരു ചാലിച്ച് വെച്ചിരിക്കുന്ന പൗഡർ നമ്മുടെ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്തു. നമ്മുടെ മെയിൻ കറിയിലേക്ക് ആഡ് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം കഷ്ണം ഉണ്ട് ആ ചെരുവനിൽ. അപ്പം നമ്മുടെ കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് എന്താ പറയുക പൊടിയും കാര്യങ്ങളൊക്കെ തിരിച്ച് അതിലേക്ക് എത്താൻ അതിൻ്റെ ഫുൾ എസൻസും കിട്ടാൻ വേണ്ടി ഒന്നും കൂടി വെള്ളം ചാലിച്ച് ഒഴിക്കുക. പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അല്ലേ ചേട്ടാ? അവസാനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മുടെ പോർക്ക് ഇട്ടു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വഴറ്റിയെടുത്തു. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ വേറൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റി. സവാള ചെറുതായിട്ടൊന്ന് വാടുമ്പോഴേക്കും നമ്മുടെ കൊത്തിയരിഞ്ഞ ചുമന്നുള്ളി, അതേപോലെ തന്നെ കൊത്തിയരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നു. പിന്നെ നീളത്തിലരിഞ്ഞ് പച്ചമുളക്, കരിവേപ്പിലെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുത്തു. അത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അതിൽ ആ ഒരു നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ പോർക്കിലേക്ക് ആഡ് ചെയ്യുന്നു അല്ലേ? അങ്ങനെ അത് വഴറ്റിയെടുത്ത് പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് പൗഡറും ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചാലിച്ച് ഒരു ക്രീമി പരുവാകുമ്പോഴേക്കും ആ ഒരു മസാല നമ്മൾ നേരെ നമ്മുടെ കറിയിൽ ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ കറി അടച്ചു വെക്കാൻ പോകുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ഏകദേശം ഒരു ഐഡിയോടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടയ്ക്കാം. എത്ര മിനിറ്റ് ആവും? നമ്മുടെ 20 മിനിറ്റ് കഴിഞ്ഞാൽ 20 മിനിറ്റ് അടച്ച് തന്നെ വെക്കണം. ഓക്കെ. അപ്പോൾ 20 മിനിറ്റ് അടച്ച് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 20 മിനിറ്റിന് ശേഷം ഞാൻ തിരിച്ച് വരും ഇത് ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കടുക് വറുത്തിടും. ആ സമയം കൊണ്ട് നമുക്ക് കടുക് വറുക്കാനുണ്ടല്ലേ? കടുക് വറുത്ത് ഒരു 10-15 മിനിറ്റ് താളിക്കാന്ന് പറയല്ലേ? കറി താളിക്കാന്ന് പറയാം. അതെ. അപ്പോൾ ഇപ്പൊ വേണ്ട, നമുക്ക് ആ ഒരു സമയം അത് വാങ്ങി വെച്ചിട്ട് കറി വാങ്ങി വെച്ചിട്ട് വേണം. അതിനുശേഷം മതി. ചുവന്ന മുളകും
ചുവന്നുള്ളിയും കടുകും വെളിച്ചെണ്ണ ഇങ്ങനെ കൂട്ടി അത് താളിച്ചിടണം. വാങ്ങി വെച്ചതിന് ശേഷം വേണം ചെയ്യാൻ. ഓക്കെ. അപ്പം നമ്മുടെ കറി ഒരു 20 മിനിറ്റ് ആവും തിളച്ച് വരാൻ. അത് വാങ്ങി വെച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, അതായത് നമ്മൾ താളിക്കും. പക്ഷെ താളിക്കുന്ന ഇപ്പോഴല്ല, ഒരു 20 മിനിറ്റ് നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചേട്ടാ നമ്മുടെ കറി റെഡിയായോ? നമ്മുടെ കറി റെഡിയായി. ഇനി നമ്മൾ കടുക് താളിച്ചിടണം. പിന്നെ ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ പോവുകയാണ്. അന്നേരം ഇച്ചിരി കുരുമുളക് പൊടി മുകളിലൊന്ന് തൂളി നമ്മൾ വാങ്ങുന്നു. അത്ര സംഭവമുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാം അല്ലേ? ചെയ്യാം. ഓക്കെ. കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പക്ഷെ ഇതിന് ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഒന്ന് കടുക് വറുതാളിക്കണം. അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വറ്റൽമുളക്, ചുമന്നുള്ളി, അതേപോലെ തന്നെ കുറച്ച് കടുക്, ഇതെല്ലാം വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുതാളിച്ചെടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അത് അതേപടി നമ്മുടെ കറിയിൽ ഒഴിക്കുന്നു. ലാസ്റ്റ് ടച്ച് എന്നുള്ളൊരു നിലയ്ക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് തൂവി കൊടുക്കുന്നു. അതാണ് നമ്മുടെ കറിയുടെ ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും ആ പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വറുതാളിച്ചതിടാം. അപ്പോൾ ഇതേ നമ്മൾ വറുതാളിച്ച് വെച്ച കടുകും അതേപോലെ തന്നെ ചുവന്നുള്ളി, വറ്റൽമുളകിൻ്റെ ആ കൂട്ട് നമ്മൾ ഇതേ കറിയിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ആവശ്യത്തിന് മതി. അപ്പം നമ്മളതിട്ടു. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ലാസ്റ്റ് ടച്ചായിട്ടുള്ള കുരുമുളക് പൊടി ഇടാൻ പോവാണ്. ഇടാം അല്ലേ? എത്ര സ്പൂൺ വേണം ചേട്ടാ? അര സ്പൂൺ മതി അല്ലേ? ഒരു ടീസ്പൂണിന് അര അത്രേ ഉള്ളൂ. അപ്പോൾ 1 കിലോ പോർക്കാണ് എടുക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മതി ലാസ്റ്റ് തൂവാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഓക്കെ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം അല്ലേ? എങ്ങനെ എടുത്തോട്ടെ? തനി മസാലയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേണം വിശാലമായിട്ടൊന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് റെഡിയായി വരുന്ന വരെ ഒന്ന് ഞാൻ ക്ഷമയോടെ അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി കഴിക്കാനുള്ള സമയമാണ്. നമ്മുടെ മരക്കാനം ഷാപ്പിന്റെ ഓൾ ഇൻ ഓൾ ആയ വിശ്വനാഥൻ ചേട്ടൻ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടനോട് ചോദിക്കാം, കഴിക്കാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കിയ പോർക്കറിയിൽ നിന്ന് ആരംഭിക്കാം. അപ്പോൾ ഇവിടെ നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് പോർക്കറി റെഡിയാണ്. ഞാൻ കുറച്ച് ഗ്രേവിയും ഒരു ചെറിയ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് തനിയെ കഴിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നും അതിൻ്റെ പെർഫെക്റ്റ് കോമ്പിനേഷനായ കപ്പയും കൂടി കൂട്ടിയായിരിക്കും. അപ്പോൾ ഞാൻ കപ്പയുടെ ഒരു ചെറിയ കഷ്ണം കൂടി എടുക്കാൻ പോവാണ്. ഓക്കെ, നമുക്കിനി ഇന്ന് കഴിച്ചു നോക്കാം.
അടിപൊളിയായിട്ടുണ്ട്. ചേട്ടാ സൂപ്പറായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ആ കപ്പയും ഈ പോർക്കറിയുടെയും കോമ്പിനേഷൻ അസാധ്യമാണ്. അതെനിക്ക് തോന്നും തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ആ വെളിച്ചെണ്ണയുടെ സ്വാദും ആ മസാല വറുത്തതിൻ്റെ ആ പ്രത്യേക സ്വാദും ഒക്കെ ഇതിലുണ്ട്. അപ്പം ഒരു പ്രാവശ്യം കഴിക്കുമ്പം വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും അതാന്ന് തോന്നുന്നു എല്ലാവരും വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതല്ലേ. അതെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കറിയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി ലിവർ കറി ട്രൈ ചെയ്ത് നോക്കാം. ഈ ഷാപ്പ് എന്നൊക്കെ പറയുമ്പം ഏറ്റവും വലിയൊരു പ്രധാന ഘടകമാണല്ലോ കള്ള്. അപ്പോൾ അങ്ങനെ കള്ളൊക്കെ കുടിക്കാനായിട്ട് ആൾക്കാർ വരികയാണെങ്കിൽ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ലിവർ കറി അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെന്താണ്? പോട്ടിക്കറിയാണ്. അപ്പൊ ഡ്രൈ ആയിട്ട് കുക്ക് ചെയ്താണല്ലേ ഇത്? അപ്പൊ കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ, അതായത് നമ്മുടെ ഇവിടുത്തെ പോർക്കറി അത്യാവശ്യം ഗ്രേവി ഉള്ളതായിരുന്നു. അപ്പൊ ഗ്രേവി ഒന്നും ഇല്ലാതെ കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇവിടെ പോട്ടിക്കറി റെഡിയാണ്. ഞാൻ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അടിപൊളിയായിട്ടുണ്ട്. എല്ലാത്തിനും സെയിം റിവ്യൂ പറയേണ്ടി വരും, കാരണം മൂന്നും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേറെ റിവ്യൂ ഒന്നും കിട്ടുന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഈ നല്ല എരിവുണ്ട്, എന്നാൽ നല്ല ഫ്ലേവറും ഉണ്ട്, കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ തന്നെ കറി അടിപൊളിയായിരിക്കും. പിന്നെ നാടൻ രീതി വെച്ചാൽ പറയേണ്ട ആവശ്യമില്ല. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി കപ്പയൊക്കെ ഒന്ന് കൂട്ടി ഇത് മൂന്നും അങ്ങനെ അടിപൊളിയായിട്ടൊന്ന് കഴിക്കണം. അപ്പം ഞാൻ കഴിക്കാൻ പോവാം. ഇവിടുത്തെ കള്ളിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മള് ഇവിടുത്തെ കള്ളെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെത്തി ഇറക്കി കൊണ്ട് വരുന്ന കള്ളാണ്. പിന്നെ പുറത്തുനിന്നുള്ള കള്ളൊന്നും ഇവിടെ വരില്ല. തീർത്തും നാച്ചുറൽ കള്ളാണ്. ആഹാ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ പരിസരത്ത് തന്നെയുള്ള പനയിൽ നിന്നും ചെത്തി എടുത്തിട്ടുള്ള കള്ളാണ്. ഇപ്പോൾ ഒരു കെമിക്കൽസും ഇല്ല. മൂന്നാർ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും മരക്കാനുള്ള ഈ ഷാപ്പിൽ എത്തണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കറി, അടിപൊളി കപ്പ, പിന്നെ നല്ലൊരു കള്ള്, സൂപ്പർ കോമ്പിനേഷൻ ആണല്ലേ. അപ്പം എന്തായാലും ഞാൻ ഇനി എൻജോയ് ചെയ്യട്ടെ. ഇനി നിങ്ങൾ ഇങ്ങനെ കണ്ട് കൊതിച്ചൊക്കെ ഇരുന്നോളൂ കേട്ടോ. അപ്പം എന്തായാലും ഈ കറിയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കള്ള് ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാല്ലേ. അപ്പം എന്തായാലും ഞാൻ എൻ്റെ സിപ്പ് എടുക്കാൻ പോവാണ്. ഓക്കെ. ലൈഫിൽ ആദ്യമായിട്ടാണ് പനങ്കള് കുടിക്കുന്നത്. അപ്പോൾ എന്തായാലും കെമിക്കലൊന്നും ഇല്ലാതെ ഇവിടെ നിന്ന് നാച്ചുറലായിട്ട് ചെത്തിയെടുത്ത പനങ്കള് കുടിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അടിപൊളി സാധനമാണിത്. അതും ഈ കപ്പയും കറിയൊക്കെ കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്തായാലും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ നാടൻ ഷാപ്പിലെ കറികളും ട്രൈ ചെയ്യണം. ഒപ്പം ഇവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള കള്ള് തീർച്ചയായും കുടിക്കണം. ഓക്കെ.
കാഴ്ചകളിലൂടെയും രുചികളിലൂടെയുമുള്ള എൻ്റെ ഈ യാത്ര ഇനിയും തുടരും. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.